ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പല ഗുരുക്കന്മാരും ഇതിനോട് യോജിക്കണമെന്നില്ല. പക്ഷേ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. അപ്പം അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ. പുരുഷ പുരുഷ ബന്ധവും സ്ത്രീ സ്ത്രീ ബന്ധവും ഉണ്ടല്ലോ. അതായത് ലൈംഗിക വികാരങ്ങളെയൊക്കെ പരിപൂർണമായിട്ട് നിയന്ത്രിച്ച് യാതൊരു തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തികളും ഏർപ്പെടാതെ മനസ്സിനെ ബ്രഹ്മത്തിൽ തന്നെ പിടിച്ചു നിർത്തി അങ്ങനെ മുന്നോട്ട് പോകണം. ഗുരുക്കന്മാർ ശിഷ്യരെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പാർശ്വ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ്. ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ ലൗകികത്തിലേക്ക് പോയിരിക്കുക. അപ്പോൾ ഒരാൾ അയാളുടെ ലൈംഗികമായ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ച് ജീവിതത്തിൽ ജീവിക്കുന്നു വയ്ക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ആധ്യാത്മികയിൽ മാത്രമല്ല, ഭൗതികമായ ജീവിതത്തിലും കാണാം. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ധാരാളം കാണാം. പലർക്കും ഒരു തരത്തിലുള്ള ബന്ധവും ആരോടുമില്ല. ഇപ്പോൾ ജപ്പാനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ജപ്പാനിൽ വിവാഹബന്ധങ്ങൾ കുറഞ്ഞൊന്ന് ഓൾമോസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ പറയാം അത് ലിവിങ് ടുഗദർ അല്ലേ. ലിവിങ് ടുഗദറും ഇല്ല എന്ന് പറഞ്ഞാൽ ആണുങ്ങളായി ജീവിക്കുന്നു, പെണ്ണുങ്ങളായി ജീവിക്കുന്നു, അവരുടെ കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കുന്നു അവസാനം വരെ. അതുകൊണ്ട് കുട്ടികൾ കുറഞ്ഞു വരുന്നു. ഒരുപക്ഷെ അവർ ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നുണ്ടാവാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതും തെറ്റി. ഈ അടുത്ത കാലത്ത് ജാപ്പനീസ് ജനതയുടെയൊക്കെ ഗവൺമെൻറ് നടത്തിയ ഒരു സർവേ കാണിക്കുന്നത് 40% മുതിർന്ന ജപ്പാൻകാർ ലൈംഗികത ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ അവരൊക്കെ ബ്രഹ്മചാരികളാണോ? എനിക്ക് വളരെ എളുപ്പമല്ലേ. ലൈംഗികതയിൽ നിന്ന് മാറി നിന്നാൽ ബ്രഹ്മചാരിയാവോ? ലൗകികമായ ആകർഷണങ്ങളും മറ്റു പലതുമില്ലേ, അതിൻ്റെ പിന്നാലെ പോയാൽ? അപ്പോൾ സെക്സിനെ അടിച്ചമർത്തി ജീവിക്കുന്നതാണ് ബ്രഹ്മചര്യം എന്നത് ബ്രഹ്മചര്യത്തിൻ്റെ ഒരു ഭാഗമേ ആവുന്നുള്ളൂ. അതായത് 5 കുരുടന്മാർ പണ്ടൊരാനയെ കണ്ടതുപോലെയായിപ്പോൾ. ആനയുടെ വാല് പിടിച്ചിട്ട്, ആന എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അതൊരു കയറ് വലിക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കാല് പിടിച്ചിട്ട് ആന എന്ന് വെച്ചാൽ ഒരു തൂണ് പോലെ അല്ലേ എന്ന് പറയുന്ന പോലെ. അതുപോലെയാണ് ലൈംഗികത എന്ന് പറയുന്ന വികാരത്തെ സമ്പൂർണ്ണമായി അടക്കി നിർത്തിയാൽ ബ്രഹ്മചര്യം ലഭിക്കും. അതോടുകൂടി ഒരുപാട് സിദ്ധികളൊക്കെ ലഭിക്കും. അതോടുകൂടി മുഖത്തൊരു ചൈതന്യം വന്നു ചേരും. അതോടുകൂടി യൗവനം നിൽക്കും. അങ്ങനെയൊക്കെ വിചാരിക്കുക. സാധകന്മാരിൽ നല്ലൊരു ഭാഗം ശരിക്കും ഇത്തരത്തിൽ മനസ്സിനെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഒരു പ്രകൃതിയുടെ ഭാഗമാണത്. ഒരു പുരുഷനും സ്ത്രീയും റോഡിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു വയ്ക്കാൻ, റോഡിൻ്റെ മൂലയിൽ നിന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 2 ചെറുപ്പക്കാർ, ഒരു ആണും പെണ്ണും. ഒരുപക്ഷെ അവർ റൊമാൻറ്റിക്കായിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഓ, അവർ തമ്മിൽ പ്രണയിക്കുകയാണ്. ഒരുപക്ഷെ അവർ വിവാഹം കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ ചേർന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ മനസ്സ് വിചാരിക്കാം. അല്ലെങ്കിൽ അതൊന്നുമല്ല, അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യം ഡിസ്കസ് ചെയ്യണം അല്ലേ? അതും ശരിയായിരിക്കാം. പ്രകൃതിക്ക് ഇതാണ് ശരി. എന്താണ്? പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനും സ്ത്രീ അടുത്ത് നിന്നാൽ അവരുടെ ശരീരങ്ങൾ തമ്മിൽ ആകർഷണം ഉണ്ടാവും, അവരുടെ മനസ്സ് തമ്മിൽ ആകർഷണം ഉണ്ടാവും. അത് ഒരുപക്ഷെ പ്രായഭേദമൊക്കെ അതിനെ അഫക്റ്റീവ് ആയിരിക്കും. സാധാരണ രീതിയിൽ 2 പേര്, ഒരു യുവതിയും യുവാവും അടുത്ത് നിന്ന് വളരെ സെൻറ്റിമെൻ്റലായിട്ടോ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അത് ശരീര
സുഖരഹിത പ്രേമമായിട്ടൊന്നും പ്രകൃതി കാണില്ല. പ്രകൃതിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവർ തമ്മിൽ ബന്ധപ്പെടണം എങ്ങനെയെങ്കിലും, അതിൽ നിന്നൊരു ബെറ്റർ പ്രോഡക്റ്റ് ഉണ്ടാവണം. നമുക്ക് പ്രകൃതി മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ബെറ്റർ പ്രോഡക്റ്റ്. ആ ബെറ്റർ പ്രോഡക്റ്റിന് ലൈംഗിക ബന്ധമേ പറ്റുള്ളൂ. ഒരുപക്ഷെ ക്ലോണിംഗ് ഒക്കെ ശരിക്കും വികസിച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഈ ലൈംഗിക ബന്ധ സന്താനോൽപാദനത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ചിലപ്പോൾ കാണാതെ വരും. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ലൈംഗിക വികാരമേ ഇല്ലാതായിരിക്കും പിന്നെ ജനിക്കുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സെക്സ് ഫീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. പക്ഷേ പല ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, മനസ്സിൽ സെക്സിനെക്കുറിച്ചുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അതൊരു പാപമാണ് എന്ന ചിന്ത വരും. കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം അതായിരുന്നു. ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടെ ജീവിക്കുമ്പോൾ അതൊരു പാപമാണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ആ അവിഹിതങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. അതുപോലെ പെൺകുട്ടികൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ഗർഭിണികളാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് തടഞ്ഞേ പറ്റൂ. ഒരു ഭാര്യയും ഭർത്താവും അങ്ങേയറ്റം വിശ്വാസത്തോടെ ജീവിച്ചാൽ മാത്രമേ ആ കുടുംബം ശരിയാവും. അതുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയെടുത്താണ്, പ്രകൃതി ഉണ്ടാക്കിയെടുത്തതല്ല. പക്ഷെ പ്രകൃതി ഉണ്ടാക്കിയെടുത്തതല്ല എന്നതുകൊണ്ട് അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് പിന്നെ ഈ ബ്രഹ്മചര്യത്തിൻ്റെ പ്രസക്തി? ബ്രഹ്മചര്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മറ്റൊന്നിലും മനസ്സിനെ വിടാതെ ഏകാഗ്രമായി ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാക്കുക. അതാണ് ബ്രഹ്മചര്യം. അതാണ് ഈ ബ്രഹ്മചര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ലൗകിക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. മരണഭയം എല്ലാവരും ബാധിക്കുന്നൊരു കാര്യമാണ്. കുറച്ച് കാലമേ നമ്മൾ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മരണത്തെ നമുക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ മരണം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആളുകൾ തടിച്ചു കൂടുന്നത്. കാരണം ആ പേടി, അതാണ് കാര്യം. നമ്മളും അതുപോലെ മരിക്കുമല്ലോ എന്നുള്ളൊരു വിചാരം. ആ പേടി കൊണ്ട് പലപ്പോഴും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭയം പല പല ഭയങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കിടന്നു വരും. വെക്ഷി, പ്രേതങ്ങൾ, അതിവേഗത്തിലുള്ള കാർ ഓടിക്കൽ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, മലകളിലെ മുകളിൽ വലിഞ്ഞു കയറൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണ്. വാട്ടർ തീം പാർക്കുകളിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ വീലുകളുണ്ട്, അതിൽ കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ശരിക്കും പേടിക്കും. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് എൻ ആക്സിഡൻറ്റ്, ഫിയർ ഓഫ് എ ഡിസീസ്. കോവിഡാണോ എന്ന് സംശയം, ചുമച്ചു കോവിഡാണോ സംശയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരീരത്തിലൊരു മുഴ കൊണ്ടോ അയ്യോ ക്യാൻസർ ആയിരിക്കുന്നു വരെ. ഇതൊക്കെ ഈ ബേസിക് ഭയം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. ഇത് നമുക്ക് ആവശ്യമാണ്. ഈ ഭയമില്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് വർക്ക് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയം, ആ ഭയത്തെ അതിജീവിക്കണം നമുക്ക്. ഒരു യോഗി ഭയത്തെ അതിജീവിക്കും. അതിനാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷിയമാമൃത എന്ന് നിരന്തരം ജപിക്കുന്നത് ഈ മരണത്തെ അതിജീവിക്കാനാണ്, മരണഭയത്തെ അതിജീവിക്കാനാണ്. അതുതന്നെ പണത്തോടുള്ള നമ്മുടെ ആഗ്രഹം, അത് നോട്ട് കെട്ടിനോടാവണമെന്നില്ല, ഒരു വസ്തു വാങ്ങിക്കണമെന്ന ആഗ്രഹം. ചില ആളുകൾ പറയുന്ന കേട്ടില്ലേ, ഒരു കണ്ണായ വസ്തു, കണ്ണുപോലെ നല്ല വസ്തു, കണ്ണുപോലെ പ്രധാനപ്പെട്ടത്, സിറ്റിയുടെ നടുക്ക്. ഇത് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് ജ്വലിക്കും ആ വസ്തുവിനോടുള്ള പ്രേമം. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അവൻ ഇടുക്കിയിൽ നിന്ന ഒരു അച്ചായനാണ്. അതായത് അവിടെ കുടിയേറി മൃഗങ്ങളോടൊക്കെ യുദ്ധം ചെയ്ത് മഞ്ഞിനെയും മഴയും എല്ലാം തോൽപ്പിച്ച് കൃഷിഭൂമിയാക്കിയ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽപ്പെട്ടവൻ. അവൻ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുന്നതേ ഉള്ളൂ. ഒരിക്കൽ അവനും ഞാനും ഫ്രണ്ട്സെല്ലാം കൂടെ കാറിൽ കയറി ഞങ്ങളുടെ ഒരു പുരയിടത്തിൽ പോയി. പിരപ്പംകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഞങ്ങളുടെ അമ്മയുടെ സ്വത്ത് കുറച്ച് ഭൂമിയുണ്ട്, അത് കാണാൻ പോയി. അവിടെ ചെന്ന് അവനിങ്ങനെ എല്ലായിടത്തും കയറി നോക്കി, ഒറ്റ വക കൃഷി ചെയ്തിട്ടില്ല, അങ്ങനെ ചുമ്മാ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാചകമാണ്, എടാ ഇത് കാണുമ്പോൾ എൻ്റെ കൈ തരിക്കണം, ഈ മണ്ണ് കാണുമ്പോൾ കൈ തരിക്കുന്നു എന്ന്. അവൻ്റെ സാഹചര്യമാണ് അവനെ അങ്ങനെ ആക്കണം.
വസ്തുക്കളോട് ശരിക്കും ആഗ്രഹമുണ്ട്, വീടുകൾ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പറയുന്നത് ഒരു കൊച്ചു കൂടൊരു പക്ഷിക്കും വേണ്ടേ എന്നാവും പറയുന്നത്. പക്ഷേ കൊച്ചു വീട് വെച്ച് 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 അതൊരു കൊട്ടാരമാവും. അതിനകത്ത് എന്തൊക്കെ അലങ്കാര പണി ചെയ്യുമോ അത് മുഴുവൻ ചെയ്യും. സഞ്ചരിക്കാനൊരു കാർ വേണം, അതിന് BMW തന്നെ വേണം. സന്യാസിമാർ പോലും BMW കാറിലാണ് പോകുന്നത്. എല്ലാം ഉപേക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിതത്തിൽ പോയിട്ട് എല്ലാം വലിച്ചു വാരി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവണത. ഒരു ബ്രഹ്മചാരി ഒരിക്കലും ഇത്തരം പ്രവണതകളുടെ അടിമയാവരുത്. അതായത് നമ്മുടെ മനസ്സിനെ മഥിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ പാടില്ല. അപ്പോഴാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നൊക്കെ പറയുന്നില്ലേ, ഇതിനൊക്കെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രഹ്മചാരി. അതിലൊന്നാണ് കാമം. ക്രോധം പല സന്യാസിമാരും മൂക്കിൻ്റെ തുമ്പത്ത്, പല സന്യാസിമാരും മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യമുള്ളവരാണ്. എനിക്ക് പലരെ അറിയാം. ദേഷ്യം എന്നാൽ അവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് റോഡിൽ കിടന്ന റൗഡി പറയുമ്പോൾ സംസാരിക്കും, പെട്ടെന്ന് ചൂടാവുക. എൻ്റെ അർത്ഥം എന്താണ്? ക്രോധം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഒരു കാവ്യ വസ്ത്രം ധരിച്ചവൻ ക്രോധത്താൽ പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾ ആ കാവ്യക്ക് യാതൊരു അർഹതയും ഉള്ളവനല്ല എന്ന് തന്നെയാണ്. കാമത്തെ അടക്കണം, ക്രോധത്തെ അടക്കണം, മതത്തെ അടക്കണം. ഞാനൊരു ഭയങ്കര സന്യാസിയാണ്, ഞാനൊരു ഭയങ്കര ആചാര്യനാണ്, ഭയങ്കര ഗുരുവാണ്, എന്നെ നിങ്ങളൊക്കെ ബഹുമാനിച്ചോണമെന്നുള്ള ഭാവമല്ലേ? വലിയ ജടയെല്ലാം കെട്ടി താടിയൊക്കെ വളർത്തി ഞാനെന്തോ വിശിഷ്ടനായ ഞാനൊരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് ഭാവിച്ചടക്കുക. ഏണ്ട ഈ സിനിമാ താരങ്ങളൊക്കെ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ചില വീഡിയോസ് കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. അവരെന്തോ ആണ് എന്ന് ഭാവിച്ചാണ്. സത്യത്തിൽ അവരാണ്, കാരണം ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ആരാധകർ. അതിൻ്റെ പുറകെ ബ്ലാക്ക് കാറ്റുകളൊക്കെ പോകുന്നു, ഒരു താളത്തിൽ അവരിങ്ങനെ സഞ്ചരിച്ചു പോകും. സന്യാസിമാരും പലപ്പോഴും നടക്കുന്ന അങ്ങനെയാണ്. മാന്യോഹമെന്നു മതി, ധന്യോഹമെന്നു മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മതി എന്ന് എഴുത്തച്ഛൻ പറയും. ഞാനെന്തോ മാന്യനാണ്, ഞാനെന്തൊരു പുണ്യവാനാണ്, ആഹാ എൻ്റെ ചെരുപ്പ് നീ എടുത്തോടാ എന്ന് ചോദിക്കും ഗുരുക്കന്മാർ. ഞാനെന്തോ വലിയ ആണെന്ന ഭാവം. എൻ്റെ ഗുരുവിൻ്റെ ഗുരു നീലകണ്ഠ ഗുരുപാദർ പറഞ്ഞൊരു ഉപദേശമുണ്ട്, കാവി കളയണമെടോ. അതായത് കാവി ഇട്ടത് കൊണ്ടുള്ള അഹങ്കാരം കളയണം. അതാണ് ആധ്യാത്മികതയിൽ ഏറ്റവും വലിയ ക്യാൻസർ. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനാണ് ഇത് പറയുമ്പോൾ മനസ്സിൽ വരുന്നത്. അദ്ദേഹം ഒരു കാവിയിട്ട് ഞെളിഞ്ഞതേയില്ല. ചട്ടമ്പിസ്വാമി ഒരു തോർത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവരല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് നമ്മൾ കരുതുന്ന ആധ്യാത്മികതയിൽ. അല്ലാതെ വേഷം കെട്ടി നടന്ന എത്രയോ പേര് കേരളത്തിലുണ്ടായിരുന്നു. അവതാര പുരുഷന്മാരുടെ വേഷം കെട്ടി നടന്നില്ലേ? അവരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആരാധകർ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം, വലിയ കൊട്ടാരങ്ങൾ പോലത്തെ കെട്ടിടങ്ങളുണ്ടായിരിക്കാം. പക്ഷേ കാലമെന്ന് പറയുന്ന ടിക്കറ്റ് എക്സാമിനർ വന്ന് അവരുടെ ചെവി പിടിച്ച് വെളി കളഞ്ഞു. ടിക്കറ്റ് എടുത്തവരല്ല ആധ്യാത്മികതയിൽ. ധന്യോഹം, ഞാൻ ഭയങ്കര ധന്യനാണ്, ഞാൻ ഭയങ്കര പണ്ഡിതനാണ്, പണ്ഡിത ഗുണ്ടർമണിയാണ് ഞാൻ, വേദങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ വേദങ്ങൾ പഠിപ്പിക്കുന്നവനാണ്, തനിക്ക് വേദമറിയാമോ? എനിക്ക് വേദം എന്ന് പറഞ്ഞുകൂടാ, ഞാൻ എന്ത് സന്യാസിയാണ്, പാരമ്പര്യം പറയുക. ചില സന്യാസിമാരും പരമ്പര ചോദിക്കും, ഒരു പരമ്പരയില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു, കഷ്ടം. സന്യാസിമാർക്കിടയിൽ പോലും ഉണ്ടത്. അപ്പോൾ പിന്നെ ബ്രഹ്മചര്യം സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് അഹങ്കാരമെങ്കിലോ, ബ്രഹ്മചാരിയാണ് ദേഷ്യത്തും കൊണ്ട് പൊട്ടിത്തെറിക്കുമെങ്കിലോ. എനിക്കൊരു രസകരമായ കാര്യം തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധനായ സന്യാസി, അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു, എന്താ അസുഖത്തിന്. അപ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാൻ ഒരു നേഴ്സ് വന്നു, വളരെ സുന്ദരിയായ നേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഇറക്ഷൻ ഫീൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവത്തിന് ഒരു ഉണർവ് വന്നു, അദ്ദേഹത്തിൻ്റെ സങ്കടവും ഒക്കെ വന്നു. കാരണം എത്രയോ കാലമായി ബ്രഹ്മചര്യം പാലിക്കല്ലേ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ പോയില്ലേ എല്ലാം. അദ്ദേഹം എന്തു ചെയ്യുന്നറിയോ? ഒരു കത്തി എടുത്ത് തൻ്റെ ലിംഗം വെട്ടിക്കളഞ്ഞു. അവസാനം ഡോക്ടർമാർ പഠിച്ച പണി 18 നോക്കിയിട്ടും പുള്ളിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ ലിംഗമൊക്കെ വെട്ടിക്കളഞ്ഞ സന്യാസിമാർ ഒരു കുഴപ്പമില്ല ജീവിക്കുന്നുണ്ട്. അവിടെ ആ മനുഷ്യന് പറ്റിയ അബദ്ധം എന്താണ് നോക്കൂ. ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ ശരീരത്തിൽ ഹോർമോൺസ് ആക്റ്റീവ് ആവും. ഏത് പുരുഷ ശരീരത്തിൽ ആക്റ്റീവ് ആവും.
അപ്പോൾ എന്തു ചെയ്യും? ശരീരത്തിൽ എന്തെങ്കിലും സംഭവിക്കും. അത് മനസ്സിൻ്റെ മാത്രം പ്രയോഗമല്ല, മനസ്സിൽ കണ്ടിട്ടുള്ള സുന്ദരിമരായ സ്ത്രീകളോടുള്ള ആ ഒരു ആവേശം, ആ സ്ത്രീകളോടുള്ള ആഗ്രഹം, ഇതൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഉയർന്നു വന്നു. ശരി, അത് നാമം ജപിച്ചും ധ്യാനിച്ചും അതിനെ കടന്നുപോയാൽ മതി. അല്ലാതെ എന്തിനാണ് ഒരു കത്തിയെടുത്ത് തന്നോട് തന്നെ പ്രതികാരം ചെയ്യാൻ പോകുന്നത്? ആണ് മൂഢധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ മതം, മാത്സര്യം, മറ്റ് സന്യാസിമാരെക്കാൾ താൻ മിടുക്കനാണെന്ന് കാണിക്കുക. കുംഭമേളയ്ക്കൊക്കെ ചില സന്യാസിമാർ വരുന്നത് 5-8 കസേരകൾ ഇങ്ങനെ മുകളിൽ കെട്ടിവെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ്. എല്ലാവരും കൂടെ എടുത്തോണ്ട് വരും. ഇതിനാണ് ഞാൻ ഇവരെക്കാളൊക്കെ കേമനാണെന്ന് കാണിക്കാൻ. 3-4 നിലകളുള്ള കെട്ടിടം വെച്ചിട്ട് അയൽവക്കക്കാരൻ്റെ മുകളിൽ നിന്ന് നോക്കൂലേ താഴോട്ട്. അതുപോലെ സന്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിനയം എന്ന് പറയുന്ന സാധനം. അങ്ങേയറ്റം വിനയം. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ. യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഇവരുടെ എല്ലാം ഭൃത്യനായിത്തീരുകയാണ്. നീ സ്വയം ഉയർത്തുമ്പോൾ നീ താഴും, സ്വയം താഴ്ത്തുമ്പോൾ നീ ഉയരും. ക്രിസ്തുവിൻ്റെ അതിമനോഹരമായൊരു ഉപദേശമാണ് ഇത്. സത്യമാണ്. നമ്മൾ സ്വയം പൊങ്ങച്ചം കാണിച്ച് വളരാൻ ശ്രമിക്കും തോറും നമ്മൾ താഴ്ന്നു പോകും. എനിക്ക് തിരുവനന്തപുരത്ത് പരിചയമുള്ളൊരു സന്യാസിയുണ്ട്. ഏതെങ്കിലും യോഗത്തിൽ വരുമ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന ഇത് വരുമല്ലോ, ആ സമയമാകുമ്പോൾ അപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും വിളക്ക് കത്തിക്കുന്നത്. ഇദ്ദേഹം ഇടിച്ച് കയറി വിളക്കിനെടുത്ത് വരും. എന്നിട്ട് വിളക്കിൻ്റെ തിരി ശരിയാക്കി കൊടുക്കുന്ന മട്ടി നിൽക്കും. പക്ഷെ പിന്നെ അവിടെ നിന്ന് പോകില്ല, മാറിയില്ല. എന്താ കാര്യം? ആ ഫോട്ടോയിൽ താനും കൂടെ വേണം. അപ്പോൾ സന്യാസ വേഷം ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ബ്രഹ്മചാരിയാണ് എന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? താൻ വലിയൊരാളാണ് എന്ന് ഭാവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതിന് മറ്റുള്ളവരോട് മത്സരിക്കുക, പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുക, ഇതൊക്കെ ജീവിതത്തിനകത്ത് ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. അത് മോശമെന്ന് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ അത് നമ്മളെ ലൗകികമായ ജീവിതത്തിലേക്ക് വീണ്ടും മുക്കി താഴ്ത്തിയെടുക്കും. പിന്നെയും ജന്മങ്ങളിലേക്ക്, പുനരഭിജനനം, പുനരമരണത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു സന്യാസി ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ബ്രഹ്മത്തിൽ ലയിച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഒരാൾ യാതൊരു വികാരവുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വിചാരിക്കുക. അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോ? സാധനയിൽ കുഴപ്പം വരുമോ? ഇല്ല. ഇപ്പോൾ നൈജീരിയയിൽ അടിമകളുണ്ടായിരുന്ന കാലത്ത് സായിപ്പന്മാർക്ക് ഒരുപാട് അടിമകളെ വേണം, ജോലി ചെയ്യാൻ അവരാണല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ഒരു നല്ല ആരോഗ്യവും തണ്ടും തടിയുള്ള ഒരാളെ ഒരു പ്രത്യേക മേസ്ത്രിയായിട്ട് നിയമിക്കും. ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ അടിമകളായിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും നല്ല കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലൈംഗിക ബന്ധമാണ്. രാവിലെ ഒരാൾ, ഉച്ചയ്ക്ക് ഒരാൾ, വൈകുന്നേരം ഒരാൾ. അതിന് ആണ് അയാളെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ 200-300 കുട്ടികളുണ്ടാക്കിയ ആളുകളുണ്ട്. അവരുടെ ചരിത്രം ഇപ്പോഴും അറിയാം. ശരി, അങ്ങനെ ഒരാളെ വിചാരിച്ചു, അയാൾ നമുക്ക് വിത്ത് കളാന്നൊക്കെ പറയല്ലേ, അയാൾക്ക് സെക്സ് ആസ്വദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അയാളെ സംബന്ധിച്ചോളം അതൊരു വലിയ തലവേദനയായിരിക്കും. അപ്പോഴോ? അപ്പോൾ നമ്മൾ ഈ ആംഗിളിൽ നിന്നൊക്കെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ, സദാ ബ്രഹ്മത്തിൽ ലയിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നു, ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണനെ ശ്രീരാമൻ എടുത്ത് നോക്കൂ. ശ്രീരാമൻ നന്നായിട്ട് ബ്രഹ്മചര്യം സൂക്ഷിച്ച ആളാണ്. അതാണ് ശ്രീരാമൻ നമ്മുടെ ഐക്കണായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണം. സാധാരണക്കാരുടെ മനസ്സിലാവും എങ്ങനെ ജീവിക്കണം, കുടുംബജീവിതം എന്താണ്. താനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിയോട് അങ്ങേയറ്റം കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യരുത്. ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശ്രീരാമനെക്കുറിച്ച് വിശ്വാസവഞ്ചന എന്നൊക്കെ ചെയ്തു പറയാൻ പറ്റില്ല. ഈവൻ സീതയുടെ പരിത്യാഗത്തിന് ശേഷം പോലും അദ്ദേഹം ഒരു സാധാരണ ഭിക്ഷക്കാരനെ പോലെയാണ് താമസിച്ചത്. അദ്ദേഹം തറയിൽ കിടന്നേ ഉറങ്ങുള്ളായിരുന്നു. സന്യാസിമാരും ആധ്യാത്മിക ചിന്ത ഉള്ളവരും അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ഈയിടയ്ക്ക് മോഡി വന്നപ്പോൾ അദ്ദേഹം യോഗ മാറ്റിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് ഗസ്റ്റ് ഹൗസിലെ ആൾ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷേ യോഗികളുടെ രീതി അതാണ്. ഒരു സുഖസൗകര്യത്തെയും സ്വീകരിക്കില്ല. ആ സുഖസൗകര്യം സ്വീകരിക്കാത്തവനാണ് യോഗി. ഒറ്റ മുണ്ടെടുത്ത് ഒറ്റ ദൈവത്തെ കാണാൻ ഒറ്റയ്ക്ക് പോയവൻ, അവനൊരു സുഖസൗകര്യവും ജീവിതത്തിൽ വേണ്ട, ഒരു പ്രണയവും വേണ്ട,
ഒരു സ്ത്രീയുടെ ശരീരസുഖവും വേണ്ട, ഒരു പണവും അവനെ ആകർഷിക്കുന്നില്ല, പണം അവനെ ആകർഷിക്കുന്നില്ല, ഒരു വസ്തുവും വേണ്ട, ആരും തന്നെ പ്രഭോ എന്ന് വിളിക്കേണ്ട, ഒന്നും തന്നെ വേണ്ട. ആ ഒന്നും തന്നെ വേണ്ട എന്ന് പറയുന്നതാണ് ബ്രഹ്മചര്യം. തനിക്കൊന്നും തന്നെ നിർബന്ധമില്ല, ഒന്നും നമ്മളിലും തട്ടുന്നില്ല, നമ്മൾ ഒന്നിച്ചെന്ന് തട്ടുന്നുമില്ല. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസർ എടുത്തു, അദ്ദേഹത്തിൻ്റെ സാധനയൊരു വലിയൊരു തടസ്സം വന്നു. ആ തടസ്സം എന്ന് വെച്ചാൽ സെക്സിനെ കുറിച്ചുള്ള പേടിയാണ്, ഭയങ്കര പേടിയായിരുന്നു. അക്കാലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അറിയാം, ആ ഒരു സമയം എന്ന് പറയുന്നത് ഭാരതത്തിൽ സെക്സിനെ കുറിച്ചുള്ള പേടി വളരെയധികമുള്ളൊരു കാലഘട്ടം. കുടുംബങ്ങളെല്ലാം നമ്മളിപ്പോൾ 50 വർഷം മുമ്പ് സെക്സിനെ കുറിച്ച് ഇങ്ങനെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പോലും ഒന്നും പറ്റില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ ഒരു സാറ് ലവ് എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ, അല്ല 4ാം ക്ലാസ്സിൽ ലവ് എന്നൊരു വാക്ക് പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ബെഞ്ചിൽ ഇങ്ങനെ തല കുനിച്ചു വെച്ച് ചിരിച്ചു. ലവ് എന്ന് കേട്ടാൽ ഞെട്ടിപ്പോകുന്നൊരു കാലം. ഇന്നത്തെ പിള്ളേർക്ക് സെക്സിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുത്ത് തരും. അങ്ങനെയുള്ള പിള്ളേരായി പോലെ കാലം മുന്നോട്ട് പോകും തോറും ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞു വരികയാണ്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർക്ക് ആ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ഫിയർ ഓഫ് സെക്സ് ഇതൊരു ഫിയറാണ്, ഫിയർ ഓഫ് ഡെത്ത് പോലെ തന്നെ അത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചു സാധനെ. അപ്പോഴാണ് ഒരു സന്യാസിനി ഒരു വള്ളത്തിൽ കയറി വരുന്നത്. അവർ വന്നിട്ട് രാമകൃഷ്ണ പരമഹംസരെ കറക്റ്റ് ചെയ്യാൻ വന്ന ഹിമാലയത്തിൽ നിന്നൊരു സ്ത്രീയാണ്. ഒരു വലിയൊരു സന്യാസിനാണ്, ഒരു പരിവ്രാജികയാണ്. അവർ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സന്യാസി, തലമുടിയൊക്കെ ജടയൊക്കെ ഉള്ള ഒരു സന്യാസിനി. അവർ വന്നിട്ട് രാമകൃഷ്ണനെ തന്ത്രവിദ്യകൾ പഠിപ്പിക്കുകയാണ്. തന്ത്രത്തിൽ കാമവും സെക്സും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സകല സാഹചര്യങ്ങളും സൃഷ്ടിക്കും, പക്ഷേ ഏർപ്പെടില്ല. അതാണ് ആ രീതി. അതായത് ശരീരം ഭയങ്കരമായിട്ട് ലൈംഗിക സുഖത്തിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, എനിക്കതില്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ലേ, ആ സാഹചര്യം വരെ കൊണ്ടുപോകും. പക്ഷെ പെട്ടെന്ന് വിഡ്രോ ചെയ്യും, പിന്നെ വീണ്ടും ധ്യാനത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള തീവ്രമായ ഒരുപാട് സാധനാക്രമങ്ങളുള്ളതാണ് ഈ തന്ത്രം. ബ്രാഹ്മണി എന്നാണ് അവരുടെ പേര്, യോഗിനി ബ്രാഹ്മൺ. അവരും ആയിട്ട് വൃന്ദാവനിൽ ഇത്തരത്തിലുള്ള പൂജാതി രീതികൾ, തന്ത്രത്തിൻ്റെ രീതികൾ രാമകൃഷ്ണ പരമഹംസർ അത്തരം രീതികളിൽ മഗ്നായി. ഇത് ഫിയർ ഓഫ് സെക്സ് എന്നൊരു സാധനം രാമകൃഷ്ണ പരമഹംസർക്ക് പോയി ഇതുകൊണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബ്രാഹ്മണി, അതായത് ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന സ്ത്രീ, അവർ എന്ത് ചെയ്തു, രാമകൃഷ്ണ പരമഹംസറിൽ അങ്ങ് ഭയങ്കര ആകൃഷ്ടയായിപ്പോയി. അപ്പോൾ ഉടൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, നമ്മളിവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ നമുക്ക് തമ്മിലൊരു അറ്റാച്ച്മെൻറ്റും പറ്റില്ല. അപ്പോഴവർ ബ്രാഹ്മണി തിരിച്ചറിഞ്ഞു തൻ്റെ തെറ്റ്. എന്നിട്ട് മാപ്പ് ചോദിച്ചിട്ട് തിരിച്ച് ബ്രാഹ്മണി ആ വള്ളത്തിൽ കയറി പോവുകയാണ്. പിന്നെ അവരെക്കുറിച്ച് ആർക്കൊന്നും അറിയില്ല. അപ്പം ഇത് രാമകൃഷ്ണ പരമഹംസറിൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗാന്ധിജി ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളോടൊപ്പം നെഗ്നായിട്ട് കിടന്നു. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞാണ്, അല്ലാതെ ഒളിക്യാമറ വെച്ച് പിടിച്ചതൊന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ പറയാതിരിക്കാം അല്ലേ. തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഈ ഒരു അധ്യായം ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗാന്ധി പറഞ്ഞു, ഞാനങ്ങനെ കിടന്നു നോക്കിയെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു അല്ലേ നമുക്ക് ചോദിക്കാം, നമുക്ക് ആവേശം വരുമല്ലോ ചോദിക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും കാമവികാരം ഉണ്ടെന്ന്. അത് പറയാനുള്ള ധൈര്യം, അതാണ് ഗാന്ധിജിയാക്കി മാറ്റണം. നാളെ തന്നെക്കുറിച്ച് പരിഹാസത്തിൽ ആളുകൾ ചിരിച്ചാലും സാരമില്ല, ഞാൻ അവിടെ തോറ്റുപോയി എന്ന് പറയുന്നു അല്ലേ. പക്ഷേ അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചൊരു വ്യക്തിയേക്കാൾ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നില്ലേ. അദ്ദേഹം ഒരു കർമ്മയോഗിയാണ്. പക്ഷെ അതുപോലെ ഒരു കർമ്മയോഗിയെ ഭാരതത്തിന് എവിടെ കിട്ടും? ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ സത്യത്തിൽ ഗാന്ധിക്കാണ് പണിയേണ്ടത്. അത്രയധികം മനസ്സിന് സ്വാധീനം, മനസ്സിൽ നിയന്ത്രണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയധികം നേതൃപാഠം ഉണ്ടായിരുന്നു. അദ്ദേഹം പണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അദ്ദേഹത്തിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അപ്പൂപ്പനെ കാണാൻ വന്നു. അദ്ദേഹം വലിയ പ്രധാനപ്പെട്ട ആളാണ് തിരുവാങ്കൂറിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഭാര്യയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അണിഞ്ഞൊരുങ്ങുമ്പോൾ
ഭാര്യയോട് പ്രത്യേകം പറഞ്ഞു, എടി നീ സ്വർണ്ണാഭരണമൊന്നും ഇടല്ലേ, അങ്ങേര് ചോദിച്ചാൽ നമുക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ആലോചിക്കൂ, ഗാന്ധിജി പറയുകയാണ് ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കണം, ഇവിടെ കോൺഗ്രസ്സിന് ഒരുപാട് പണം വേണം, പണമില്ല, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പ്ലീസ് ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കഴുത്ത് കിടക്കുന്ന താലിമാല ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് അഴിച്ച് ഈ പെട്ടിക്കകത്തിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നൊരാൾ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? പക്ഷേ ഗാന്ധി പറഞ്ഞപ്പോൾ ചെയ്തിരുന്നു എല്ലാവരും. സ്ത്രീകൾ അവരുടെ സ്വർണ്ണാഭരണം അഴിച്ചു വെക്കണമെങ്കിൽ എന്തുമാത്രം ഒരു വ്യക്തിത്വമായിരുന്നു ആ മനുഷ്യനെന്ന് ആലോചിച്ചു. ആ വ്യക്തിത്വം ഉണ്ടായ ഗാന്ധിജി പറയുന്നു, എനിക്ക് ബ്രഹ്മചര്യം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൽ നിന്നും, സകല വികാര വിചാരങ്ങളിൽ നിന്നും, സകല മോഹങ്ങളിൽ നിന്നും, സകല സ്വപ്നങ്ങളിൽ നിന്നും, സർവ്വസങ്കല്പങ്ങളിൽ നിന്നും മാറി ബ്രഹ്മത്തിൽ മാത്രം ലയിച്ച് നിൽക്കുവാനുള്ളൊരു കഴിവാണ്. അങ്ങനെ ഒരു കഴിവുണ്ടായാൽ എന്ത് സംഭവിക്കും? കഴിവുണ്ടായാൽ നമ്മുടെ ഏകാഗ്രത വളരെ കൂടും. നിങ്ങൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു, അവരിൽ 24 മണിക്കൂറും അവരുടെ ജീവിതത്തിൽ അവർ ലാബറട്ടറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇണചേരാൻ പോകാനുള്ള സമയമില്ല. പലപ്പോഴും അവർ അതിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഒന്നിൽ തന്നെ മുഴുകിയിരിക്കും. അങ്ങനെ മുഴുകിയിരുന്നാൽ മാത്രമേ നമുക്ക് സത്യത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് സഹായിക്കാൻ വേണ്ടി, ആ ഏകാഗ്രത കിട്ടാൻ വേണ്ടി മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റാത്തവരത് ചെയ്യാൻ പോകരുത്. അവസാനം ഞാൻ നേരത്തെ കഥ പറഞ്ഞ പോലെ തൻ്റെ കത്തിയെടുത്ത് തൻ്റെ ലിംഗത്തെ വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പോൾ പറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രത്യേകതയുമില്ല. പക്ഷേ ഏകാഗ്രത കിട്ടാൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ഈ ലൈംഗിക വികാരങ്ങൾക്ക് അടിമയായി പോകാതിരിക്കാൻ നമ്മൾ പഠിക്കാൻ വേണം. ഇപ്പോൾ ആധുനിക ലോകത്ത് മൊബൈൽ ഫോണിലൂടെ സെക്സ് ആസ്വദിക്കുക, അല്ലെങ്കിൽ പോർണോ ഫിലിംസ് കാണുക, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും ഒരുപാട്. പലരും അവർ തന്നെയാണ് ജീവിക്കുന്നത്, അവർക്ക് അവരുടെ ജീവിതം മുഴുവൻ മൊബൈൽ ഫോണാണ്. ഇത് വലിയൊരു അപകടമാണ്. അതായത് നമ്മുടെ മറ്റ് കഴിവുകളെല്ലാം അത് നശിപ്പിച്ച് കളയും. മാത്രമല്ല, കുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഫോണിലിരിക്കുകയാണെങ്കിൽ 40 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ കണ്ണിൻ്റെ കാഴ്ച തന്നെ പോകുന്ന ആൾ പറയും. മാനസിക രോഗികളായി പോയേക്കാം. കാരണം വൈക്കേറിയസ് പ്ലഷേഴ്സാണ് ഇതെല്ലാം. നിങ്ങളൊരു ബ്ലൂ ഫിലിം കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സുഖമെന്ന് പറയുന്നത് വൈക്കേറിയസാണ്, ഇൻഡയറക്റ്റാണ്. ആ ഇൻഡയറക്റ്റ് സുഖങ്ങളുടെ ലോകത്ത് നിങ്ങൾ അങ്ങനെ വ്യാപരിച്ച് ഈ ലോകത്തോടുള്ള ബന്ധമേ പോകാം. ചില മാനസിക രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തല്ല ജീവിക്കുന്നത്, വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിനെ ഏകാഗ്രമായി നിലനിർത്തുക എന്നത് തന്നെയാണ്. ആ ഏകാഗ്രമായി നിലനിർത്തുന്നതിന് കൺട്രോൾ ഓഫ് ദി സെക്ഷൽ ഫീലിങ്സ് തുറന്ന ആവശ്യം തന്നെയാണ്, തീർച്ചയായിട്ടും ആവശ്യം. ഇപ്പോൾ ഒരു മഹാസന്യാസിയുടെ ജീവിതത്തിൽ, തുളസിദാസ് എന്നാണ് വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഥയുണ്ട്. അദ്ദേഹം ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കോ അല്ല ഭജനയ്ക്കോ എന്തോ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ നദിയുടെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വീട്. ഇദ്ദേഹം ഒരു സാധകനാണ്, ഒരു സന്യാസിയാണ്. തൻ്റെ കാമുകി അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം എടുത്തു ചാടി. നദിയാണെങ്കിൽ കലങ്ങി മറിഞ്ഞ് ചുരമാന്തി കൂലം കുത്തി ഒഴുകുകയാണ്. പക്ഷെ അദ്ദേഹം വഹിച്ചില്ല. അദ്ദേഹം നീന്തുമ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരു വാഴത്തട കിട്ടി. ആ വാഴത്തട പിടിച്ച് കിടന്ന് നീന്തി അപ്പുറത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകി കണ്ടു ഇദ്ദേഹം വരുന്നത്, ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് കരക്ക് കയറ്റി. എന്നിട്ട് ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ടോ എന്നെ കാണാൻ? അപ്പോൾ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ, നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എന്തിലാണ് കെട്ടിപ്പിടിച്ച് കിടന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു വാഴത്തടയല്ല, അതൊരു ഡെഡ് ബോഡിയാണ്. നദിയിലൂടെ ഒഴുകി വന്ന് ഒരു ശവശരീരത്തിൽ പിടിച്ച് കിടന്നാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം അറിയുന്നില്ല. കാമത്തിൻ്റെ ശക്തി നോക്കണം. അപ്പോൾ ആ സ്ത്രീ ഈ സാധകനോട് പറഞ്ഞത്രേ, നിങ്ങൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു, ഞാൻ തരുന്ന സുഖങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നു. ഇതിൻ്റെ ഒരു 100% നിങ്ങൾക്ക് ദൈവത്തോട് തോന്നിയിരുന്നെങ്കിലോ, ദൈവത്തോട് ഭക്തി തോന്നിയിരുന്നെങ്കിലോ, ആ സാമീപ്യത്തിനോട് കൊതിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് എന്നേ മോക്ഷം കിട്ടുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ആ സ്ത്രീ പറഞ്ഞത് പരമസത്യമാണെന്ന് മനസ്സിലാക്കി.
അദ്ദേഹം തിരിച്ച് നദിയിലേക്ക് ചാടി നീന്തിപ്പോയിക്കണം. അതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈശ്വര സാക്ഷാത്കാരത്തിലെത്തുന്നത്. അപ്പോൾ ഇതിത്രേ ഉള്ളൂ. ഒന്നിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ മറക്കണം. പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ അമ്പ് ബില്ലോടെ നിന്നിട്ട് മരത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കിളിയെ നോക്കി ഉന്നം വെച്ച് നിൽക്കാൻ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. ദ്രോണർ പറയുന്നു, ഓരോരുത്തരുടെ വില്ല് കുലച്ച് അമ്പും ഒക്കെ ശരിയാക്കി അങ്ങനെ നിൽക്കുന്നു. ദ്രോണർ ചെന്ന് ഓരോരുത്തരുടെ ചെവി ചോദിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഓരോരുത്തർ ആകാശം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാം കാണുന്നുണ്ട്. അവസാനം അർജുനടുത്ത് ചോദിച്ചപ്പോൾ അർജുനൻ ഞാൻ ഒന്നും കാണുന്നില്ല. അതെന്താ ഒന്നും കാണാത്തത്? ഞാനൊരു കറുത്ത നിറം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ദ്രോണർ പറഞ്ഞു, അതാ കിളിയുടെ കണ്ണാണ്, അത് മാത്രമേ നീ കാണുന്നുള്ളൂ, അതാണ് നിൻ്റെ കഴിവ്. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, അർജുനും നിങ്ങളും നമ്മൾ വ്യത്യാസം കണ്ടോ? ഈ ഏകാഗ്രത ഇത് വളരെ വളരെ ഇതാണ് ബ്രഹ്മചര്യം. ബ്രൂസിലി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, 3000 അടവുകൾ അറിയാമെന്നുള്ളവനെ എനിക്ക് പേടിയില്ല, പക്ഷെ ഒരടവ് 3000 തവണ പ്രാക്ടീസ് ചെയ്യുന്നവനെ എനിക്ക് പേടിയാണ്. ദാറ്റ് ഈസ് ബ്രഹ്മചര്യം. ഏതെങ്കിലും ഒന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. അത് സയൻസിലായാലും സാഹിത്യത്തിലായാലും സംഗീതത്തിലായാലും ഡാൻസിലായാലും അതിൻ്റെ ഫലം ഉണ്ടാവും. യേശുദാസിന് സംഗീതത്തിൽ ഏകാഗ്രത ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ആവാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ആരെടുത്തു നോക്കൂ, അവരതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചവരാണ്. ബ്രൂസിലി ഒരു 5 ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന 3000 തവണ, ഒരു ദിവസം 18 മണിക്കൂർ അദ്ദേഹം കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നു. അതല്ലേ അദ്ദേഹം ഇത്രയും വലിയൊരു യോദ്ധാവായിട്ട് മാറി. അപ്പോൾ ആധ്യാത്മികതയിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിലുള്ള വ്യതിയാനങ്ങളും അവരുടെ ചിന്തകളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രഹ്മചര്യം. അല്ലാതെ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവൻ അല്ലെങ്കിൽ ലൈംഗിക ശക്തി ഇല്ലാത്തവൻ, ഇങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഭയങ്കരമായ തെറ്റാണ്. ചുരുക്കത്തിൽ പറയാം, ബ്രഹ്മത്തെ മൂലയിൽ ചാരി വെച്ചിട്ട് നടക്കുന്നവനല്ല ബ്രഹ്മചാരി, ബ്രഹ്മത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നവനാണ് ബ്രഹ്മചാരി. ഭീഷ്മർ, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഭീഷ്മർ ശരശയിൽ കിടക്കുകയാണ് മഹാഭാരതത്തിൽ. ശരങ്ങളൊക്കെ ഇങ്ങനെ കുത്തി ദേഹത്ത് വേദനിച്ച് 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 കിടക്കുന്നു. ഭീഷ്മർക്ക് അച്ഛൻ കൊടുത്തൊരു വരവുണ്ട്, സ്വന്തം ഇച്ഛപ്രകാരമേ മരിക്കൂ എന്ന് പറഞ്ഞാൽ മരണം ആഗ്രഹിച്ചാൽ മാത്രമേ മരണം വരൂ, അല്ലാതെ ഭീഷ്മർക്ക് മരണമില്ല. അതൊരു ശാപമായി മാറി. മരണത്തോട് ആഗ്രഹം തോന്നുന്നില്ല. ഇത്രയും കുരുക്ഷേത്ര യുദ്ധമൊക്കെ കണ്ടിട്ടും മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും മരണം വരുന്നില്ല. ഇച്ഛയാൽ മാത്രമേ മരിക്കൂ. അപ്പോഴാണ് അമ്പുകൾ കൊണ്ട് ഒരു ശരശയ്യ തീർത്തു കൊടുക്കാൻ ഭീഷ്മർ അർജുനോട് പറയുന്നു. അങ്ങനെ അർജുനൻ തീർത്തു കൊടുക്കുന്നത് ആ ശരശയ്യയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അമ്പുകൾ ദേഹത്തിങ്ങനെ കുത്തിക്കേറിയിട്ട് അതിൻ്റെ വേദനയിൽ പിടഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ കിടക്കുന്നത്. അപ്പോഴും ഭീഷ്മർക്ക് മരണം വരുന്നില്ല. ആ സമയം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കാത്തതുകൊണ്ടാണ് മരണം വരാത്തതെന്നൊരു ചിന്ത വന്നു. അപ്പോൾ ദുര്യോധനും അർജുനും ഒക്കെ ചെന്നിട്ട് എന്താണ് അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് ഗംഗാജലം കുടിക്കണം. അദ്ദേഹത്തിൻ്റെ അമ്മയാണല്ലോ ഗംഗ. അപ്പോൾ ഗംഗാജലം കൊണ്ടുവരാൻ ദുര്യോധനൻ ഏർപ്പാട് ചെയ്തപ്പോൾ അർജുനൻ ഭൂമിയിലേക്കൊരു ശരം അയച്ചു. ആ ശരം ചെന്ന് താഴെക്കൂടെ ഒഴുകുന്ന ഗംഗയിൽ തൊട്ടിട്ട് ആ ഗംഗാജലം ഒരു ഫൗണ്ടൻ പോലെ ഉയർന്നു വന്ന് ഭീഷ്മർക്ക് കൊടുത്തു. ഇങ്ങനെ കഥയുണ്ട്. അതുപോലെ മനോഹരമായ വേറൊരു കഥയുണ്ട്. തനിക്ക് മരിക്കുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരിയെ കണ്ടിട്ട് വന്ദിച്ച് മരിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഭീഷ്മർക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അങ്ങല്ലേ ഏറ്റവും വലിയ ബ്രഹ്മചാരി? ഭീഷ്മരാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി. വിവാഹ ജീവിതത്തിൽ ഏർപ്പെടണമെന്ന് എല്ലാവരും നിർബന്ധിച്ചിട്ടും അതൊരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, അതിഗംഭീരമായ ബ്രഹ്മചര്യം നിഷ്ഠമുള്ള അത് സ്വീകരിച്ച ആളാണ് ഭീഷ്മർ. ആ ഭീഷ്മർ ചോദിക്കുന്നു, ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരി എനിക്ക് കാണണം. അപ്പം അങ്ങല്ലാതെ ആരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അല്ല, വേറെ ആളുണ്ട്. ഇത് പറയുമ്പോൾ ഒരാൾ രഥത്തിൽ വന്ന് ഇറങ്ങുന്നു. മറ്റാരുമല്ല, ശ്രീകൃഷ്ണൻ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി. അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നിനോടും യാതൊരു ആകർഷണവും അദ്ദേഹത്തിനില്ല. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുധമില്ല നടുക്ക് വെക്കുന്നു ഈ അക്ഷകോണി പടയ്ക്ക് ഇടയിൽ, ഒരു ലെവലേശം ഭയമില്ലാതെ. 16,000 ഭാര്യമാരുണ്ടായിട്ടും ആ ഭാര്യമാരിൽ ഒരാളോട് പോലും പൂർണ്ണമായ അറ്റാച്ച്മെൻ്റ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാനില്ല. ദ്വാരക അദ്ദേഹം സൃഷ്ടിച്ചാണല്ലോ ദ്വീപാണത്.
ആ ദ്വീപ് അവസാനം സുനാമിയിൽ മുങ്ങി മരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരോടും ദ്വാരക വിട്ട് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ പലരും പോയില്ല. ശ്രീകൃഷ്ണനൊക്കെ കപ്പലിൽ കയറി ഇങ്ങോട്ട് വരികയാണ്, ഇനി ഇവിടെ നിൽക്കരുത്, സുനാമി വരും. പക്ഷെ പലരും അതനുസരിച്ചില്ല. യാദവവംശം ഒരുപാട് നശിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ വകവയ്ക്കാത്ത രീതിയിൽ യാദവന്മാർ പോയി. അദ്ദേഹം കപ്പലിൽ നിന്ന് നോക്കുകയാണ്, ഒരു വലിയ സുനാമി വരുന്നു, ഗോപികമാർ നിലവിളിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ നിന്നു ഞാനും ഒരന്യനെ പോലെ അതുപോലെ നിന്നു. അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ഒരു കാലത്ത് പ്രളയം വന്നപ്പോൾ മലയെടുത്ത് ഉയർത്തി മഴയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ച ആളാണിത്. ആ ശ്രീകൃഷ്ണൻ ഒരു പുഞ്ചിരിയോട് നിൽക്കുന്നു. ഇതൊക്കെ വിധി എന്ന്. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവസാനം വരെ വേടൻ വന്ന് അദ്ദേഹത്തെ അമ്പയ്യുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ബാലിയായിരുന്ന ആളാണ്. വന്ന് അമ്പ ചെയ്ത് കാല് കൊണ്ട് പിടയുകയാണ് കൃഷ്ണൻ. ആ രക്തം വിഷം ആണ്, അത് വിഷം ഉള്ളിലേക്ക് കയറുന്നു. അദ്ദേഹം തലമുടിയെ കൈകൊണ്ട് പിടിച്ച് വലിക്കുന്നു, നെഞ്ചിൽ കൈവയ്ക്കുന്നു. ഭയങ്കര വെപ്രാളം. ആ സമയത്താണ് ആ വേടൻ ഓടി വരുന്നത്. ഇത് ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. കാരണം ശ്രീകൃഷ്ണൻ്റെ ഭക്തനാണ്. അത് കരയുന്നിട്ട് പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് വിളിയൊക്കെ നിർത്തിയിട്ട് ബാലിയോട് പറയാണ്, ബാലിയുടെ രണ്ടാം ജന്മത്തോട് പറയാണ്, നീ എന്തിനാ കിടന്ന് വിളിക്കണേ? എടാ, ഒരു സ്വർഗാരോഹണത്തിന് ഒരാത്മാവിനെ സഹായിക്കുന്ന ആളുപോലും പുണ്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീയെ കരയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണൻ ആ മരണത്തിൻ്റെ അതിലേക്ക് കടന്നു പോകുന്നു. ഈ ഒരു നിസ്സംഗത, തന്നോട് പോലും ഒരു നിസ്സംഗത, എല്ലാം അദ്ദേഹത്തിൻ്റെ ലീലയാണ് എന്ന് പറയുന്നു. എല്ലാവരും മരിച്ചു കിടക്കുന്ന അത് കഴിഞ്ഞിട്ട് ഗാന്ധാരിയെ വന്ദിക്കാൻ വേണ്ടി പാണ്ഡവരൊക്കെ പോകുന്ന കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ പോകും. ശ്രീകൃഷ്ണൻ ചെന്ന് ഗാന്ധാരിയുടെ പാദങ്ങൾ വന്ദിക്കുമ്പോൾ ആ കൈയുടെ വിരൽ പൊള്ളിപ്പോയി. കാരണം അമ്മയുടെ മക്കൾ 100 പേര് മരിച്ചിരിക്കല്ലേ, അതിൻ്റെ ദേഷ്യമാണ്. അത് കൈ പൊള്ളിപ്പോയി അത്രേ. എന്നിട്ട് ശ്രീകൃഷ്ണൻ എണീച്ച് അമ്മയെ തൊഴുതപ്പോൾ ഗാന്ധാരി ശപിച്ചു, എടാ കൃഷ്ണ, എനിക്കറിയാം ഇത് മുഴുവൻ നിൻ്റെ ഡയറക്ഷനാണ്, നീയാണ് നിൻ്റെ സ്ക്രിപ്റ്റ്, നീയാണിത് മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ ലീല മുഴുവൻ നീയാണ് ചെയ്തത്. എൻ്റെ 100 മക്കൾ പോട്ടെ, അഭിമന്യുവിന് പോലും അവസാനം നീ ഒരു രക്ഷ കൊടുത്തില്ല, അതുകൊണ്ട് നിൻ്റെ കുലം മുഴുവൻ മുടിഞ്ഞു പോവും എന്ന് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുന്നു. ശ്രീകൃഷ്ണൻ തൊഴു കൈയോടെ നിന്നിട്ട് പറയുന്നു, അമ്മേ, ആ ശാപം എനിക്കൊരു വരമായി തീരുന്നു. എൻ്റെ യാദവന്മാർ വെറും അഹങ്കാരികളായിട്ട് മാറിയിരിക്കുകയാണ്. യവന്മാരുടെ അഹങ്കാരം തീർക്കാൻ എന്താ വഴിയെന്ന് നീ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശാപം കിട്ടുന്നു. ഇത്ര നിസ്സംഗഭാവം. സത്യത്തിൽ അദ്ദേഹം മനുഷ്യനല്ല, അദ്ദേഹം ഈശ്വരൻ തന്നെയാണ്. നമുക്ക് ഈശ്വരാവതാരം അപ്പുറമാണ്. അദ്ദേഹം ഈശ്വരനാണ് ഭൂമിയിൽ ജീവിച്ചത്. ശ്രീരാമൻ അങ്ങനെയല്ല, പകുതി മനുഷ്യനാണ്. ഒരുപാട് ദൈവിക ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം മനുഷ്യനാണ്. സീത പോയപ്പോൾ പൊട്ടിക്കരഞ്ഞു. വനദേവതകളോട് എൻ്റെ സീതയെ കണ്ടോ എന്ന് കരഞ്ഞു വിളിക്കുന്ന ശ്രീരാമൻ കരഞ്ഞു വിളിക്കുകയാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ സംഭവമേ ഇല്ല. 16,000 പേര് അല്ലെങ്കിൽ ഗോപികമാർ ആയിരക്കണക്കിന് ചുറ്റും ശ്രീകൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുന്നു. ലാസ്യ ലഹരിയിൽ മുങ്ങി. അവരോടൊക്കെ ശ്രീകൃഷ്ണനുണ്ട്. പക്ഷേ യഥാർത്ഥ ശ്രീകൃഷ്ണൻ നടുക്കൊരു ഓടക്കോയിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ബ്രഹ്മചര്യമെന്ന് പറയുന്ന അവസ്ഥ. ശ്രീകൃഷ്ണൻ വന്ന് എത്തി അടുത്ത് നിൽക്കുമ്പോൾ ഭീഷ്മർ പറയാണ്, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരി. അങ്ങനെ ആ ബ്രഹ്മചാരിയായ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് ഭീഷ്മർ പറയുന്നതാണ് ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞ് വായിക്കും. ഓം കൃഷ്ണായ നമ, ഓം ലോകദാക്ഷായ നമ, ഓം പ്രബുദ്ധരായ നമ, ഓം പ്രഭൂതായ നമ നമ്മൾ പറയുന്നില്ലേ. ആ ബ്രഹ്മചര്യത്തെ കണ്ടുകൊണ്ട്, ആ ബ്രഹ്മചര്യത്തിൻ്റെ ചൈതന്യം കണ്ടുകൊണ്ട് ഭീഷ്മർ പറയുന്നതാണ് ആ 1000 നാമങ്ങൾ. അപ്പോൾ ഇതാണ് സത്യം. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ആമ അതിൻ്റെ കൈകളും കാലുകളും അകത്തേക്ക് വലിച്ചിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ സമ്പൂർണ്ണമായ നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡുകളെ നിയന്ത്രിച്ച് നിൽക്കുന്നവനാരോ അവനാണ് ബ്രഹ്മചാരി.